ഹലോ, വെൽക്കം ടു ഫോർ എഡ്യൂക്കേഷൻ. അടുത്തൊരു സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിവിധ സെഷനുകളിലൂടെയായിട്ട് നമ്മൾ യൂണിറ്റ് 7 ഇപ്പോൾ എത്തിയിട്ടുണ്ട്. യൂണിറ്റ് 7 കവിതയുമായി ബന്ധപ്പെട്ട പാർട്ടുകളാണ് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ഹാഫിള് ഇബ്രാഹിമാണ് ഇന്നത്തെ ഒരു സെഷനിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. 14 കവികളിൽ നമുക്ക് പഠിക്കാനുള്ള 3ാമത്തെ കവിയാണ് ഹാഫിള് ഇബ്രാഹിം എന്ന് പറയുന്നവർ. ആധുനിക കവികളിലെ വളരെ പ്രധാനപ്പെട്ട ആളും സിലബസിൽ പരീക്ഷയ്ക്ക് വരുന്ന പലപ്പോഴും ചോദ്യങ്ങളിൽ ഉൾപ്പെട്ടിട്ടുള്ള ആൾ കൂടിയാണ് ഹാഫിള് ഇബ്രാഹിം. 1870 to 1932 ഇതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ജീവിതകാലം എന്ന് പറയപ്പെടുന്നത്. ജനനവുമായി ബന്ധപ്പെട്ട് ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. 871, 872 ഇങ്ങനെയൊക്കെയുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഹാഫിള് ഇബ്രാഹിമുമായി ബന്ധപ്പെട്ട് ഉണ്ട്. ലഖബ ബി ഷാഇർ ഷഅബ്, അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലഖബ് എന്ന് പറയുന്നത് ഷാഇർ ഷഅബ് എന്ന് പറയുന്നത്. കുറേ കൂടി ഇപ്പോൾ ഈ ജനങ്ങളുടെ ഒരു രീതിയിലൊക്കെ അല്ലെങ്കിൽ അവരുടെ വിഷയങ്ങളൊക്കെ കൈകാര്യം ചെയ്ത് സംസാരിച്ചിട്ടുള്ള ഒരാൾ കൂടിയാണ്. അതുപോലെ ഷാഇറുൻ നീൽ എന്നും അദ്ദേഹം അറിയപ്പെടാറുണ്ട്. ഷാഇറുൽ മുജ്തമ, സൊസൈറ്റിക്ക് വേണ്ടി അല്ലെങ്കിൽ അത്തരം വിഷയങ്ങൾ സാമൂഹികമായിട്ടുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്തു എന്നുള്ളതാണ്. മുലഫി ദൈറൂത്ത് വദുഫിനഫി മഖാബിരി സയ്യിദ നഫീസ, ഈ മഖബറയിലാണ് അവർ മറമാടപ്പെട്ടത്. ജനനം എന്ന് പറയുന്നത് ദൈറൂത്ത് എന്ന് പറയുന്ന പ്രദേശത്താണ്. അവരുടെ പിതാവ് ഇബ്രാഹിം എന്ന് പറയുന്നവർ മുഹന്ദിസ് ആയിരുന്നു. അദ്ദേഹം എഞ്ചിനീയർ ആയിരുന്നു പ്രൊഫഷണലി. മാത്ത അബൂഹു ഫി വഹുവ ഫിർ റാബിഅ, ഹാഫിള് ഇബ്രാഹിമിന് 4 വയസ്സുള്ള സമയത്ത് പിതാവ് മരണപ്പെട്ടു. ഉമ്മയുടെ പേര് ഹാനിം എന്ന് പറയുന്നവരാണ്. ടർക്കിഷ് വംശജയായിരുന്നു അവർ. തസവ്വജ ഫലം യുസ്ബുർ അലൽ ഹയാത്തി സൗജിയ ഗൈറ ബിദ്അ അശ്ഹർ, വിവാഹിതനായിരുന്നുവെങ്കിലും വൈവാഹിക ജീവിതത്തിൽ കുറഞ്ഞ മാസങ്ങൾ മാത്രമേ അദ്ദേഹത്തിന് ക്ഷമിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ, അല്ലെങ്കിൽ ആ ദാമ്പത്യം ആ രീതിയിൽ നിലനിന്നിട്ടുള്ളൂ. അപ്പോൾ ഹാഫിള് ഇബ്രാഹിം അദ്ദേഹത്തിൻ്റെ ലഖബ് ഓർത്ത് വെക്കണം: ഷാഇറു ഷുഅബ്, ഷാഇറുൻ നീൽ, ഷാഇറുൽ മുജ്തമ. മറ്റൊരു സെഷനിൽ അഹമ്മദ് ഷൗക്കിക്ക് ഷാഇറു ഷുഅബ് എന്ന പേരുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ ബൻഫ എന്ന് പറയുന്നത്, അഥവാ അദ്ദേഹത്തിൻ്റെ പ്രവാസ കാലഘട്ടത്തിന് ശേഷം തിരിച്ചു വന്നതിന് ശേഷം അദ്ദേഹം ജനകീയമായിട്ടുള്ള വിഷയങ്ങളിലൊക്കെ കവിതകൾ എഴുതിയതുകൊണ്ട് ആ ഒരു കാലഘട്ടത്തിലുള്ള അദ്ദേഹത്തിൻ്റെ ആഭിമുഖ്യം ഒരു ഷാഇറു ഷഅബ് എന്ന് പറയുന്ന ആസ്പെക്റ്റിലായിരുന്നു. എന്ന നിലക്ക് അദ്ദേഹത്തെ ഷാഇറു ഷഅബ് എന്ന് വിളിക്കുന്നു എന്നുള്ളതാണ്. ഷാഇറു ഷഅബ് എന്ന് പറയുന്ന ലഖബ് മഷ്ഹൂറായിട്ടുള്ളത് ഹാഫിള് ഇബ്രാഹിമിനാണ്. കാന യുഖീമു ഫി ദൈറൂത്ത്, അദ്ദേഹം താമസിച്ചിരുന്നത് ദൈറൂത്ത് എന്ന് പറയുന്ന പ്രദേശത്താണ്. ഇഹ്ദാ ബുൽദാൻ സഈദ് ഹവാലി സന 1870 തായിഫത്ത് മിനൽ മുഹന്ദിസീൻ അൽ മുസ്ലിൻ, പിതാവ് ഇവിടെയായിരുന്നു താമസിച്ചിരുന്നത്. ഈജിപ്ഷ്യൻ എഞ്ചിനീയേഴ്സിൻ്റെ കൂടെ, അതിൽപ്പെട്ട ഒരു ടീമിൻ്റെ കൂടെ പിതാവ് ഇവിടെയായിരുന്നു താമസിച്ചിരുന്നത്. ഇഷ്റാഫ് അല ഖനാത്തിരിഹ അൽ ഖൈം അലൻ നൈൽ, നൈൽ നദിക്കും മീങ്ങിതയായി അല്ലെങ്കിൽ നിർമ്മിച്ചു കൊണ്ടിരുന്ന പാലങ്ങളുടെ മേൽനോട്ടവും അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു. വ കാനമിൻ ബൈനിഹിം മുഹന്ദിസ്, അദ്ദേഹം അവരിലിടയിൽ നിന്നുള്ള ഒരു എഞ്ചിനീയർ ആയിരുന്നു. ആ മേൽത്തോട്ടം അത്തരം ജോലികളൊക്കെ നിർവഹിക്കാനായിരുന്നു അദ്ദേഹം അവിടെ നിന്നിരുന്നത്. മിസ്രിയുൻ സമീമിൻ യുസമ്മ ഇബ്രാഹിം ഫഹ്മി ഇഖ്താർ അലി സുക്നാഹു സഫീനത്തൻ ദഹബിയ, സഫീന ഒരു ദഹബിയ എന്ന് പറയുന്ന കപ്പൽ, അവിടെയായിരുന്നു അവരുടെ താമസം ഉണ്ടായിരുന്നത്. അഖാമ ഫിഹ മഅ സൗജതിഹി തുർക്കിയ ഹാനിം ബിൻ അഹ്മദ് അൽ ബുർസൽ, ഹാനിം ബിൻ അഹ്മദ് അൽ ബുർസലി എന്ന് പറയുന്ന ടർക്കിഷ് ഭാര്യയോടുകൂടെയായിരുന്നു ഇബ്രാഹിം ഫഹ്മി എന്ന് പറയുന്നവർ സഫീന ദഹബിയ എന്ന് പറയുന്ന സഫീനയിൽ താമസിച്ചിരുന്നത്. വഫി ഹാദിഹി ദഹബിയ, ഈ ഒരു ദഹബിയയിലാണ് വുലിദ ലഹുമ അല സഫത്തിൻ നൈൽ ഹാഫിള്, നെയിലിൽ വെച്ചുകൊണ്ട് ഈ ഒരു കപ്പലിലാണ് ഹാഫിള് ഇബ്രാഹിം എന്ന് പറയുന്ന നമ്മൾ പഠിക്കുന്ന ഈ കുട്ടി അവർക്ക് ജനിക്കുന്നത്. ഫന്തഖലത് ബിഹി ഉമ്മുഹു ഇലൽ ഖാഹിറ ഹൈദു കഫലഹു ഖാലുഹു, ഈ ഹാഫിള് ഇബ്രാഹിമിന് 4 വയസ്സായ സമയത്ത് തന്നെ ഉപ്പ മരണപ്പെട്ടു നമ്മൾ പറഞ്ഞു. പിന്നീട് ഉമ്മ എന്ത് ചെയ്തു? തൻ്റെ സഹോദരന്മാരുടെ അടുക്കിലേക്ക് പോവുകയും കൈറോയിലേക്ക് പോയി അവരുടെ കൂടെയാണ് ഇദ്ദേഹം പിന്നീട് എന്താകുന്നത്, അവരുടെ ഒപ്പമാണ് ഇദ്ദേഹം വളരുകയും, അല്ലെങ്കിൽ അവരുടെ പരിചരണത്തിലായിട്ടാണ് ഇദ്ദേഹം ഹാഫിള് ഇബ്രാഹിം വളരുന്നത്. അൽഹഖഹു അവ്വലൻ ബിൽ കുത്താബ്, ആദ്യം ഒത്തുപള്ളിയിൽ അദ്ദേഹത്തെ ചേർത്തു. ثم تحول به إلى مدارس مختلفة كان آخرها المدرسة الخديوية, ഭരണകൂടത്തിൻ്റെ ഭരണാധികാരിയുടെ ഒഫീഷ്യൽ സ്കൂൾ, അവിടെയാണ് അവസാനം അദ്ദേഹം പഠനത്തിന് എത്തിച്ചേരുന്നത്. അതിന് മുന്നേ വിവിധ സ്ഥലങ്ങളിലായിട്ട് അദ്ദേഹം പഠിച്ചിട്ടുണ്ട്. തസാദഫ അൻ നഖല ഖാലുഹു ഇലാ ബൽദ തന്ത, അങ്ങനെ യാദൃച്ഛികമായിട്ട് അമ്മാവനെ എങ്ങോട്ട് മാറി? തന്തയിലേക്ക് മാറി. ഫസഹിബഹു മഅഹു, അമ്മാവൻ്റെ കൂടെ അദ്ദേഹം പോയി. ലം യഖ്തലിഫി ഹാദിഹിൽ ബൽദ ഇലാ മദ്രസ, അദ്ദേഹം കലാലയത്തിലേക്ക് അങ്ങനെ ഇവിടെ വെച്ച് പോയിട്ടില്ല. ബൽ യഖ്തലിഫ് ഇലൽ ജാമിഉൽ അഹ്മദി
നമുത്തുഹു കല്ലസർ, അസ്ഹറിൻ്റെ അതേ ഒരു മെത്തേഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന ജാമിഉൽ അഹമ്മദ് എന്ന് പറയുന്ന ആ മസ്ജിദ്, അല്ലെങ്കിൽ ആ മസ്ജിദ് കേന്ദ്രീകരിച്ച പഠനശാലയിലേക്കായിരുന്നു ഈ നാട്ടിൽ വെച്ച് അവിടെ വെച്ച് അദ്ദേഹം പോയിട്ടുണ്ടായിരുന്നത്. സുമ്മ മല്ലഹു ഖാലുഹു വ അഷ്അറഹു ബിശഅരിഹി ثقلت عليك مؤونتي إني أراها واهية فافرح فإني ذاهب متوجه في داهية. അങ്ങനെ അമ്മാവന് ഇദ്ദേഹത്തെ മടുപ്പ് വരുന്നുണ്ട് എന്ന് ഹാഫിദ് ഇബ്രാഹിം അറിയുകയും അല്ലെങ്കിൽ അങ്ങനെ ഫീൽ ചെയ്യുകയും അങ്ങനെ താൻ അത് അറിഞ്ഞു എന്ന കാര്യം എന്ത് ചെയ്തു, കവിതയിലൂടെ പങ്കുവെക്കുകയും ചെയ്തു. നിങ്ങൾക്ക് എൻ്റെ ചെലവ് ഭാരമാണ്, ഞാനിതാ ഒരു പ്രയാസമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടല്ലോ, സന്തോഷിച്ചോളൂ, ഞാൻ പോവുകയാണ് എന്ന കവിതയിലൂടെ അമ്മാവനെ അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം അവിടെ നിന്ന് പോകുന്ന വിവരം അമ്മാവനെ അറിയിച്ചു. സുമ്മ തവജ്ജഹ ഇലൽ മുഹാമാത്ത്, പിന്നീട് അദ്ദേഹം അഡ്വക്കസി ഫീൽഡിലേക്ക്, അഭിഭാഷക വൃത്തിയിലേക്കൊക്കെ തിരിയുകയും ചെയ്തു. അങ്ങനെ 1891 അദ്ദേഹം എന്ത് ചെയ്തു, ഒരു സൈനിക ഓഫീസർ എന്നുള്ള നിലയിൽ അദ്ദേഹം പഠനമൊക്കെ പൂർത്തീകരിച്ചു. അദ്ദേഹം നളാറ അൽ ഹർബിയ അവിടെ അദ്ദേഹം നിയമിതനായി. യളില്ലു ബിഹ 3 സനവാത്ത്, 3 വർഷക്കാലം അവിടെ തുടർന്നു. സുമ്മ നഖല ഇല ദായിറത്തിൽ പോലീസ്, പിന്നീട് പോലീസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് മാറി. ഫി വിസാറ അദ്ദാഖിലി, ആഭ്യന്തര മന്ത്രാലയത്തിലെ പോലീസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് അദ്ദേഹം മാറി. ആമൻ വബഅദ ആം, ഒരു വർഷവും കുറച്ചും. അങ്ങനെ 1896 അദ്ദേഹം സുഡാനിലേക്ക് നിയമിതനായി. എവിടേക്ക് അയക്കപ്പെട്ടു? ലോർഡ് കൃഷ്ണരുടെ നേതൃത്വത്തിൽ. മൽ ഹമല അൽ മിസ്രിയ ഫലം തത്തുൽബലു അൽ ഹയാത്ത് ഹുനാക്ക്, അവിടെ അദ്ദേഹത്തിന് അങ്ങനെയുള്ളൊരു ജീവിതമൊന്നും ആയിരുന്നില്ല. അങ്ങനെ സുഡാനിലേക്കുള്ള സംഘത്തിലും ആരുണ്ടായിരുന്നു? ഹാഫിദ് ഇബ്രാഹിം ഉണ്ടായിരുന്നു. അങ്ങനെ സുഡാനിലേക്ക് അയക്കപ്പെട്ട സമയത്ത് അദ്ദേഹത്തിന് ആ വിഷയത്തിലുള്ള വിയോജിപ്പ്, താല്പര്യക്കുറവൊക്കെ അദ്ദേഹം ആർക്ക് കത്തയച്ചിരുന്നു? മുഹമ്മദ് അബ്ദു എന്നിവർക്ക് കത്തുകളിലൂടെ അത് കൈമാറിയിരുന്നു. ഹവല ഇഷ്തഖല ഫി സഹീഫത്തിൽ അഹ്റാം, അങ്ങനെ അഹ്റാം പത്രത്തിൽ അദ്ദേഹം ജോലി ചെയ്യാൻ വേണ്ടിയൊക്കെ ശ്രമിച്ചു. പക്ഷെ അദ്ദേഹത്തിന് മുന്നാകെ എന്ത് ചെയ്തു? കവാടങ്ങൾ അടക്കപ്പെട്ടു. അങ്ങനെ അഹമ്മദ് ബാഷ അദ്ദേഹത്തെ ലിറ്ററേച്ചർ ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡായിട്ട് നിയമിച്ചു. ഫി ദാരിൽ കുത്തുബിൽ മിസ്രി, ദാരിൽ കുത്തുബിൽ മിസ്രിൽ 1911 മുതൽ 21 വർഷക്കാലം അദ്ദേഹം ഈ പറയുന്ന തസ്തികയിൽ നിയമിതനായി അല്ലെങ്കിൽ വർക്ക് ചെയ്തു. ഹാഫിദ് ഇബ്രാഹിം വളരെ പ്രധാനപ്പെട്ടവരാണ്. നമുക്ക് പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ ചോദിക്കപ്പെടാറുണ്ട്. അദ്ദേഹത്തിൻ്റെ വർക്കുകൾ ലയാലി സത്തീഹ് എന്ന് പറയുന്നത് 1907-നും 8-നും ഇടയിൽ അദ്ദേഹം എഴുതിയിട്ടുള്ളതാണ്. അത് പ്രബന്ധ സമാഹാരമാണ്. മക്കാലാത്തു നസരിയ, പ്രോസ് ടൈപ്പിലുള്ള എസ്സേകളാണ് അതിലുള്ളത്. അലാ തരീഖത്തിൽ മക്കാമ, നമ്മുടെ മക്കാമയുടെ ഒരു സ്റ്റൈലാണ് അത് ഫോളോ ചെയ്യുന്നത്. സൊവറഫി അലാ ലിസാൻ അൽ കാഹിൻ അൽ ജാഹിലി കസീറൻ മിൻ അയൂബി ഷഅബ് അൽ ഇസ്തിമാഇയ, സാമൂഹികമായിട്ടുള്ള സൊസൈറ്റിയുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള ഒരുപാട് അജ്ഞതകളൊക്കെ അദ്ദേഹം എന്താകുന്നുണ്ട്, ഒരു ജ്യോത്സ്യൻ്റെ രീതിയിൽ അതിൽ അദ്ദേഹം ചിത്രീകരിക്കുകയും മറ്റൊക്കെ ചെയ്യുന്നുണ്ട്. ഇനി ദീവാൻ, ഹാഫിദ് ഇബ്രാഹിം ദീവാനു ഷെയർ കവിതയുണ്ട്, അദ്ദേഹത്തിൻ്റെ കവിതാ സമാഹാരം. അത് അദ്ദേഹം തന്നെ ജീവിതകാലത്ത് ക്രോഡീകരിച്ചിട്ടുള്ളതാണ്. അദ്ദേഹം പത്രങ്ങളിലും മറ്റൊക്കെ പ്രസിദ്ധീകരിച്ച കവിതകൾ ഒരു കൂട്ടിയിട്ടാണത് പ്രസിദ്ധീകരിക്കുന്നത്. അതേപോലെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾക്കായിരിക്കും അവരെ ഓർമ്മയുള്ളതൊക്കെ വെച്ചിട്ടാണ് അത് ക്രോഡീകരിക്കുന്നത്. ഏതായാലും അത് 3 ജുസിലായിട്ട് എന്ത് ചെയ്തു, പ്രസിദ്ധീകരിച്ച അവസാനം അത് 1911 അതിൽ അവസാന പാർട്ട് പ്രസിദ്ധീകരിക്കപ്പെടുന്നത്. പിന്നെ അദ്ദേഹത്തിൻ്റെ മറ്റൊരു രചനയാണ് ബുഅസ എന്ന് പറയുന്നത്. ബുഅസ നമുക്കറിയാം, ഫ്രഞ്ച് എഴുത്തുകാരനായിരുന്ന വിക്ടർ ഹ്യൂഗോയുടെ ഭാവങ്ങൾ എന്ന് പറയുന്നതിൻ്റെ അറബീകരണമാണിത്. അറബ ഹാഫിദ് ഖിസ്മൻ കബീറൻ മിൻഹു, അദ്ദേഹം വലിയൊരു പാർട്ട് അതിൽ നിന്ന് വിവർത്തനം ചെയ്തു. വലം യതഖയ്യദ് ഫി തഅരീബിഹി ബിൽ അസ്ലിൽ ഫറൻസി തഖയ്യുദൻ ശദീദ, ഫ്രഞ്ച് മൂലകൃതിയുമായി വലിയ ഒരു കണക്ഷൻ പലപ്പോഴും അദ്ദേഹം ഉണ്ടായിരുന്നില്ല. കാരണം ഫതസറഫ ഫീഹി ബഅദ് തസറുഫ്, ചില ക്രയവിക്രയങ്ങളൊക്കെ അതിൽ അദ്ദേഹം എന്തായിട്ടുണ്ട്, കടത്തിയിട്ടുണ്ട്. വഹാവല യതഅല്ലമ അൽ ഫറൻസിയ വലം യുത്ഖിൻഹ, ഫ്രഞ്ച് പഠിക്കാൻ വേണ്ടി അദ്ദേഹം ശ്രമിച്ചിരുന്നുവെങ്കിലും അതിലത്ര ആഴം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. മഅദാലിക തറജമൽ ബുഅസ ലി വിക്ടർ ഹ്യൂഗോ, ഈ ഒരു ഭാഷാപരിമിതി ഉള്ളതോടുകൂടെയാണ് അദ്ദേഹം ഈ വിവർത്തനം നടത്തിയിട്ടുള്ളത്. വലം യസ്തതിഅ തർജമഹ തർജുമ ദഖീഖ, അതുകൊണ്ട് തന്നെ വളരെ മൈക്രോ ലെവൽ സൂക്ഷ്മാർത്ഥത്തിലുള്ള ഒരു വിവർത്തനം അദ്ദേഹത്തിന് സാധ്യമായിട്ടില്ല. ഫഹ്തഫള ബിറൂഹിഹാ വസാദ ഫീഹാ വനഖസ ഹസ്ബ ദൗഖിഹി, അദ്ദേഹം എന്ത് ചെയ്തു, അദ്ദേഹത്തിൻ്റെതായ ചില സ്വാതന്ത്ര്യം അതിൽ അദ്ദേഹം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കാരണം അദ്ദേഹം അതിൽ ചില കൂട്ടലുകൾ നടത്തി. അദ്ദേഹത്തിൻ്റെ ഭാഷാഭിരുചിയിലെ പരിമിതികൾ മൂലം ചില കുറവുകൾ അതിൽ വന്നിട്ടുണ്ട്. എങ്കിലും ആ കഥയുടെ ആത്മാവ് അദ്ദേഹം നിലനിർത്തിയിട്ടുണ്ട്. അൽ മൂജസ് ഫിൽ ഇഖ്തിസാദി സിയാസി, അദ്ദേഹത്തിൻ്റെ മറ്റൊരു രചനയാണ് അൽ മൂജസ് ഫിൽ ഇഖ്തിസാദ് അസ് സിയാസി എന്ന് പറയുന്നത്. ഇത് ഫ്രഞ്ച് ഗ്രന്ഥമായിരുന്നു. അത് ലോറി പോളിയോ എഴുതിയിട്ടുള്ള ഈ ഗ്രന്ഥം അദ്ദേഹം അറബിയിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട്.
അല്ലേ? വസ്തറക ഹാഫിദ് ഇബ്രാഹിം ഖലീൽ മുത്തറാൻ ഫി തർജുമതിഹി ബി തക്ലീഫി മിൻ വസീരിൽ മആരിഫ്. വിദ്യാഭ്യാസ മന്ത്രാലയത്തിൻ്റെ സപ്പോർട്ടോടുകൂടെ ഹാഫിദ് ഇബ്രാഹിമും ഖലീൽ മുത്തറാനും കൂടി വിവർത്തനം ചെയ്തിട്ടുള്ളതാണ് അൽ മൂജസ് ഫിൽ ഇഖ്തിസാദ് അസ്സിയാസി. അപ്പോൾ ഇതൊരു കോ റൈറ്റേഴ്സ് ആയിട്ട് ആണ് ഇവരിത് ചെയ്യുന്നത്. രണ്ടുപേരും കൂടിയാണ് ഇത് വിവർത്തനം നടത്തുന്നത്. അതേപോലെ കുത്തയ്യ ഫി തർബിയ ലൗലിയ എന്ന് പറയുന്ന ഒരു ലഘുകൃതി, തർജമഹു അനിൽ ഫറൻസിയ ബി തക്ലീഫി മിൻ വിസാർ അൽ മആരിഫ്. ഇതും ഫ്രഞ്ചിൽ നിന്ന് അദ്ദേഹം ഒരു ഫൈനാൻഷ്യൽ സപ്പോർട്ടൊക്കെ ഇവരുടെ അല്ലെങ്കിൽ ഇവരുടെ നിർദ്ദേശം അനുസരിച്ച് അദ്ദേഹം വിവർത്തനം ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ബുഅസാ, മൂജസ്, അതേപോലെയുള്ള ഒരു കുത്തയ്യിബ് ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ കവിതയ്ക്ക് പുറത്തുള്ള മറ്റു രചനകളാണ്. അപ്പോൾ ഹാഫിദ് ഇബ്രാഹിം നമുക്ക് പഠിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കവിയാണ്. പലപ്പോഴും ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് അദ്ദേഹത്തെക്കുറിച്ച്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ രചനകൾ, അദ്ദേഹത്തിൻ്റെ വർക്കുകൾ, അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലുമൊക്കെ കവിതാ ശകലങ്ങൾ ഇതൊക്കെ ഓർത്ത് വെക്കുന്നത് നന്നായിരിക്കും. ആ രീതിയിൽ ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ യൂണിറ്റ് 7 പഠിക്കുന്ന സമയത്ത് കവിത ഭാഗം പഠിക്കുമ്പോൾ ഹാഫിദ് ഇബ്രാഹിം കുറച്ചൊക്കെ ശ്രദ്ധയോടുകൂടി പഠിക്കേണ്ട ഒരാളാണ്. താങ്ക് യു.